My dear students, good morning to all. Today we are going to discuss about new topic, credit rating agencies in India. Already we discussed about credit rating. What do you mean by credit rating? Credit rating means credit worthiness or credit capacity of any company, individual, organizations or corporations. ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ്, ക്രെഡിറ്റ് റേറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്രെഡിറ്റ് വെർത്തിനെസ് എത്രത്തോളം ഉണ്ട്, ക്രെഡിറ്റ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് നമ്മൾ പഠിച്ചു. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി CRA. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഇൻ ഇന്ത്യയിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിനെ പറ്റിയിട്ട് വിശദമായിട്ട് നോക്കാം. ക്രിസിൽ, ICRA, കെയർ, ഡഫ് ആൻഡ് പെൽപ്സ്, ഇത്രയും ഏജൻസീസാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഇൻ ഇന്ത്യയിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. അപ്പോൾ ഇതിൽ ക്രിസിൽ എന്താണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്രിസിൽ നമുക്കറിയാം, ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ. ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഇതാണ് ക്രിസിലിൻ്റെ ഫുൾ ഫോം. ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. CRISIL is the oldest rating agency which was originally promoted by ICICI. CRISIL, a global analytical company providing rating, research, risk and policy advisory services. CRISIL was set up in 1987 by ICICI, UTI and other financial institutions. The major objective is to restore the confidence of the investors in the capital market and to provide unbiased evaluation of credit worthiness of the company issuing debt instruments. എന്താണ് ക്രിസിൽ എന്നാണ് പറയുന്നത്? ക്രിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ. ICICI ഫോം ചെയ്തതാണ്. ICICIയുടെ കൂടെ UTI ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൂടി ഫോം ചെയ്തിട്ടുള്ള ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ. ക്രിസിലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ടു റീസ്റ്റോർ കോൺഫിഡൻസ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ടു പ്രൊവൈഡ് അൺബയാസ്ഡ് ഇവാലുവേഷൻ ഓഫ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് കമ്പനി. അതായത് ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ ഒരു കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക, അതായത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസസ്, അഡ്വൈസറി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയുമാണ് ക്രിസിലിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ എയിം. ക്രിസിൽ ഒരു ഗ്ലോബൽ അനലിറ്റിക്കൽ കമ്പനിയാണ്. റേറ്റിങ്ങിനെ പറ്റിയിട്ടും റിസർച്ചിനെ പറ്റിയിട്ടും റിസ്ക് ആൻഡ് പോളിസി അഡ്വൈസറി സർവീസസിനെയൊക്കെ പറ്റിയിട്ടും ക്രിസിൽ അങ്ങനെയുള്ള സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രിസിൽ വാസ് സെറ്റപ്പ് ഇൻ 1987. ക്രിസിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? 1987. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? ടു സ്ട്രെങ്തൻ കോൺഫിഡൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് സ്ട്രെങ്തൻ ചെയ്യാം, അങ്ങനെ ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് വർത്തിനെസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് അസസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് ക്രിസിലിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് നമുക്ക് ക്രിസിൽ പ്രൊവൈഡ് ദ റേറ്റിംഗ് ആസ് പെർ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച് ക്രിസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് റേറ്റുകളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഡിബഞ്ചേഴ്സ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ബോണ്ട് ഫണ്ട്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്രെഡിറ്റ് അസസ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ക്രിസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്. ഇൻവെസ്റ്റ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് ക്രിസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുകളാണ് ഇത്രയും. നെക്സ്റ്റ് നമുക്ക് നോക്കാം
ക്രിസിലിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, ടു സ്ട്രെങ്തൻ കോൺഫിഡൻസ്. ആർക്ക് കോൺഫിഡൻസ് സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കുകയാണ്? ഇൻവെസ്റ്റേഴ്സിനെ. ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അല്ലേ? ഈ കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ? അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഒരു പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് ഇത്രത്തോളാണ്, ക്രെഡിറ്റ് അസസ്മെൻറ്റ് ഇത്രത്തോളാണെന്ന് അസസ് ചെയ്ത് കൊടുക്കുകയാണ്. ടു സപ്പോർട്ട് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാം. ടു ഗൈഡ് ദ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് വേണ്ട ഗൈഡ് പ്രൊവൈഡ് ചെയ്യാം. ടു ഹെൽപ്പ് ദ കമ്പനീസ് ടു റേസ് ഫണ്ട്. ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികളെ സഹായിക്കുകയാണ്. ടു ക്രിയേറ്റ് ആൻ അവെയർനെസ് എബൌട്ട് ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു അവെയർനെസ് കൊണ്ടുവരിക. ടു എൻഷുർ ഡിസിപ്ലിൻ ആൻഡ് ഹെൽത്തി എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു ഡിസിപ്ലിൻ ആൻഡ് ഹെൽത്തി എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇത്രയുമാണ് ക്രിസിലിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഒന്നുകൂടി നോക്കുക, എന്തൊക്കെയാണ് ക്രിസിലിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ടു സപ്പോർട്ട് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് പ്രൊവൈഡ് ചെയ്യാം, ഗൈഡ് പ്രൊവൈഡ് ചെയ്യാം. അതുമൂലം കമ്പനികൾക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു അവെയർനെസ് കൊണ്ടുവരിക, ക്രെഡിറ്റ് റേറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു അവെയർനെസ് അവരുടെ ഉള്ളിൽ കൊണ്ടുവരിക. ടു എൻഷുർ ആൻഡ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് ഹെൽത്തി എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ്, സർവീസസ് ഓർ ഫങ്ഷൻസ്. എന്തൊക്കെ സർവീസസ് ആണ് ക്രിസിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസസ്. നമുക്കറിയാം, ക്രെഡിറ്റ് റേറ്റിംഗ് അവെയർനെസ് കൊണ്ടുവരണം, അല്ലേ? അപ്പോൾ അതുമൂലമുള്ള കുറേ സർവീസസ് പ്രൊവൈഡ് ചെയ്യും. അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യും. അഡ്വൈസറി സർവീസസ് റിസർച്ചിനെ പറ്റിയിട്ട്, റിസ്കിനെ പറ്റിയിട്ട്, അങ്ങനെയുള്ള അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യും. റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ സർവീസസും പ്രൊവൈഡ് ചെയ്യും. ഇത്രയുമാണ് സർവീസസ് ഓർ ഫങ്ഷൻസ് ഓഫ് ക്രിസിൽ. നെക്സ്റ്റ്, ക്രിസിൽ 3 തരത്തിൽ ഗ്രേഡുകളാക്കി തരംതിരിക്കുന്നുണ്ട് കമ്പനികളെ. ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് എന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് എന്നും സ്പെക്കുലേറ്റീവ് ഗ്രേഡ് എന്നും 3 ഗ്രേഡുകളാക്കിയിട്ടാണ് തരംതിരിക്കുന്നത്. നമ്മളിവിടെ പറയും എബവ് 90 ആണെങ്കിൽ A+, A, B+, C+, C, ABC അങ്ങനെ ഗ്രേഡുകളാക്കി തരംതിരിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ? അതേപോലെ ക്രിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സ്ഥാപനങ്ങളുടെയും ക്രെഡിറ്റ് കപ്പാസിറ്റി ഓർ ക്രെഡിറ്റ് വെർത്തിനെസ് റേറ്റ് ചെയ്ത് അവയെയും 3ആയിട്ട് ഗ്രേഡുകളാക്കിയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡിൽ വരുന്നത് AAA ആണെങ്കിൽ ഹയസ്റ്റ് സേഫ്റ്റി. നമ്മൾ പറയാണ് എബവ് 90% ആണെങ്കിൽ A ഗ്രേഡ്, അങ്ങനെ പറയില്ലേ? AAA കൊടുക്കുകയാണ്, 3 ക്യാപിറ്റൽ ലെറ്റർ A കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഹയസ്റ്റ് സേഫ്റ്റിയാണ്. 2A ആണെങ്കിലോ ഹൈ സേഫ്റ്റി. ഒന്ന് ഹയ്യസ്റ്റ് ആണ്, ഒന്ന് ഹൈ ആണ്. ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡിൽ A പറഞ്ഞാൽ ആഡിക്വേറ്റ് സേഫ്റ്റിയാണ്. 3B കൊടുക്കുകയാണെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള സേഫ്റ്റിയാണ്, ഒരു മിഡിൽ ലെവലിലാണ് നിൽക്കുന്നുള്ളൂ എന്ന്. ഇനി സ്പെക്കുലേറ്റീവ് രീതിയിൽ എങ്ങനെയാണ് ഗ്രേഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. 2B ആണെങ്കിൽ ഇനാഡിക്വേറ്റ് സേഫ്റ്റി, 1B ആണെങ്കിൽ ഹൈ റിസ്ക്, C ആണെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ റിസ്ക്, D ആണെങ്കിൽ ഡിഫോൾട്ട്. ഇങ്ങനെ ക്രിസിൽ 3 തരത്തിൽ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ക്രിസിൽ റേറ്റിംഗ് പ്രോസസ്സ് എന്തെല്ലാം? ക്രിസിൽ റേറ്റിംഗ് പ്രോസസ്സുകൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. 5 തരത്തിലാണ് റേറ്റിംഗ് പ്രോസസ്സുകൾ. ഒന്നാമത്തത് ബിസിനസ് അനാലിസിസ്. ബിസിനസ് അനലൈസ് ചെയ്തുകൊണ്ട് റേറ്റിംഗ് അസസ് ചെയ്യും. അതാണ് ഒന്നാമത്തെ. ക്രിസിൽ ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് റേറ്റിംഗ് നടത്തുന്നത് എന്നാണ്. ഒന്നാമത്തത് ബിസിനസ് അനാലിസിസ്, ഫൈനാൻഷ്യൽ അനാലിസിസ്, മാനേജ്മെൻറ്റ് ഇവാലുവേഷൻ, നെക്സ്റ്റ് റെഗുലേറ്ററി ആൻഡ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ്, ലാസ്റ്റ് വൺ ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഫസ്റ്റ് വൺ ബിസിനസ് അനലൈസ് ചെയ്യാണ്. ബിസിനസ് അനാലിസിസിലൂടെ ക്രെഡിറ്റ് റേറ്റിംഗ് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തതാണ് ഫൈനാൻഷ്യൽ അനാലിസിസ്. ഫൈനാൻഷ്യൽ അനാലിസിസ്, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എങ്ങനെയാണ്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുക, നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും.
മാനേജ്മെൻറ്റ് ഈവാലുവേഷൻ ടു ഈവാലുവേറ്റ് ഓവറോൾ മാനേജ്മെൻറ്റ് അല്ലെ, ഓവറോൾ മാനേജ്മെൻറ്റ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഈവാലുവേറ്റ് ചെയ്ത് നോക്കുക. റെഗുലേറ്ററി ആൻഡ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ലീഗൽ ഫ്രെയിം വർക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് റേറ്റിംഗ് മനസ്സിലാക്കാം. ദെൻ ലാസ്റ്റ് വൺ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഒരു പ്രൈമറി അനാലിസിസിലൂടെയും എന്ത് ചെയ്യാനായിട്ട് പറ്റും, റേറ്റിംഗ് മനസ്സിലാക്കാനായിട്ട് പറ്റും. റേറ്റിംഗ് പ്രോസസ്സ് 5 തരത്തിലാണ്. ഒന്ന് ബിസിനസ് അനലൈസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിൻ്റെ കണ്ടീഷൻസ്, ഡിമാൻഡ് അല്ലെ, മാർക്കറ്റ് കണ്ടീഷൻസ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഫൈനാൻഷ്യൽ അനാലിസിസ് ചെയ്ത് ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ് ടു ഈവാലുവേറ്റ് ചെയ്യാണ്. ദെൻ റെഗുലേറ്ററി ആൻഡ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ്, ലാസ്റ്റ് വൺ പ്രൈമറി ഓർ ഫണ്ടമെൻ്റൽ അനാലിസിസിലൂടെയും ക്രിസിൽ റേറ്റിംഗ് പ്രോസസ്സ് കണക്കാക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ക്രിസിലാണ്. ക്രിസിൽ എന്താണ്, ക്രിസിലിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതേപോലെ ക്രിസിൽ ഗ്രേഡുകൾ എങ്ങനെയാണ്, ക്രിസിൽ റേറ്റിംഗ് പ്രോസസ്സുകൾ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. താങ്ക് യു.